ഹായ്, നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗംഗ ഏഴിമലയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ടൗണിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. മറ്റെവിടെയല്ല, പയ്യന്നൂർ ടൗൺ. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പയ്യന്നൂർ. പാരമ്പര്യമായും ചരിത്രപരമായും ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ടൗണാണ് പയ്യന്നൂർ. അപ്പോൾ നമുക്ക് വിശദമായി പയ്യന്നൂരിനെ ഒന്ന് കാണാം. സിറ്റി മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ടൗണിൽ നിന്ന് പുറത്തോട്ട് പോകുന്നില്ല. ടൗണിനകത്തുള്ള സ്ഥാപനങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രാമന്തളി പഞ്ചായത്തിൽ നിന്നും പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു പോവാം. നമ്മളിപ്പോൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനായി. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് മുന്നിൽ കാണുന്ന ബിൽഡിങ്. ഇവിടെ വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടുന്ന് തൊട്ടടുത്താണ് ഏഷ്യയിൽ ഏറ്റവും വലിയ നേവൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നേവൽ അക്കാഡമിയായി. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യവും യാത്രാ സൗകര്യവും ഇവിടെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ കൂടി ചേർത്താണ് ഇപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൊത്തം പാർക്കിംഗ് ആണ്. വലിയ വിശാലമായ പാർക്കിംഗ് ആണ് ഒരുക്കിയിരിക്കുന്നത് വാഹനങ്ങൾക്ക്. 2 വീലർക്ക് വേറെ, അതുപോലെ 4 വീലറിന് വേറെ, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുറ്റത്തുകൂടെയാണ് ഒരു റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് പയ്യന്നൂരേക്ക്. അത് ഔട്ടർ സൈഡിലൂടെ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക് ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇപ്പോൾ മുന്നോട്ട് പോയാൽ ഇപ്പോൾ വരുന്നത് റെയിൽവേ മേൽപ്പാലമാണ്. മേൽപ്പാലം കടന്ന് ഇവിടുന്ന് വലത്തോട് തിരിഞ്ഞാൽ ടൗണിലോട്ടുള്ള വഴിയാണ്. നേരെ പോയി കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിലോട്ട് കാണാം. നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയാം. നമുക്ക് ടൗണിലേക്കാണല്ലോ പോകേണ്ടത്. ബസ് കണ്ടോ? ചെറുവത്തൂർ തൃക്കരിപ്പൂർ ആ സൈഡിൽ നിന്ന് വരുന്ന ബസ്സാണ്. പയ്യന്നൂരോട്ട് പോവുകയാണ്. ഈ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഒരു ടോൾ ബൂത്ത് ഇവിടെയുണ്ട്. ടോൾ ബൂത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വാഹനങ്ങൾ ടോൾ പിരിക്കണമല്ലോ, അതാണല്ലോ ടോൾ ബൂത്ത്. പക്ഷേ ഇവിടെ വ്യത്യാസമാണ്. ഇവിടെ ഞായറാഴ്ച ടോളില്ല. അതുപോലെ തന്നെ ആര് കാശ് കൊടുക്കുന്നോ അവരോട് വാങ്ങിക്കും. കാശ് കൊടുക്കാൻ തയ്യാറായവരോട് മാത്രം പൈസ വാങ്ങിക്കും. അല്ലാതെ നിർത്താതെ പോകുന്നവർക്ക് കുഴപ്പമില്ല, അതങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ടൗൺ ഇവിടുന്ന് സ്റ്റാർട്ടായെന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ തന്നെയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് വാഹനത്തിൽ ഇറങ്ങിയിട്ട് നോക്കാം. ബസ്സൊക്കെ നടു റോഡിൽ നിർത്തിയിട്ട് ആൾക്കാരെ എടുക്കുന്നു. സൈഡിലോട്ടൊന്നും നിർത്തില്ല. എന്ത് ചെയ്യണം? അവർക്ക് അവരുടെ വേവലാതി എന്ന് പറഞ്ഞാൽ മതിയല്ല. ഇതാണ് കേട്ടോ പയ്യന്നൂർ പാസ്പോർട്ട് ഓഫീസ്. പാസ്പോർട്ട് സംബന്ധമായ ജോലികളൊക്കെ നടക്കുന്ന പാസ്പോർട്ട് ഓഫീസാണ്. ഇത് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും നടന്നു വരാവുന്ന ദൂരേ ഉള്ളൂ. ഒരു 600 മീറ്റർ കാണുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇന്ന് അവധി ആയതുകൊണ്ട് ആരും കാണാത്തത്, അല്ലെങ്കിൽ ഇവിടെ നല്ല റഷായിരിക്കും. പാസ്പോർട്ട് ഓഫീസിന് തൊട്ടടുത്താണ്, തൊട്ടടുത്തിരിക്കുന്ന ഒരു ബിൽഡിംഗാണ് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ് ഉണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസ് ഇവിടെയാണ്. ഇവിടെ ചർച്ചുണ്ട്.
തൊട്ടപ്പുറത്ത് തന്നെ ജുമാ മസ്ജിദ് ഉണ്ട്. ഞായറാഴ്ച അതുകൊണ്ട് വലിയ തിരക്ക് കാണുന്നില്ല. പച്ചമാങ്ങയൊക്കെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ധാരാളം. നമുക്ക് വണ്ടി ഇവിടെ ഒരു സൈഡിൽ ഒതുക്കി വെക്കാം. പാർക്കിംഗ് പ്ലേസ് ഒന്നുമല്ല, എന്നാലും ഇവിടെ കിടക്കട്ടെ. നമുക്കിവിടെ നിന്ന് ടൗണിലൂടെ നടന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമുക്ക് കണ്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂർ BKM ജംഗ്ഷനാണ് കേട്ടോ. ഈ BKM ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം ഇവിടെ ഒരു BKM ഹോസ്പിറ്റലുണ്ട്, ആ പേരിലാണ് അറിയപ്പെടുന്നത്. BKM ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ BKM ഹോസ്പിറ്റലിൻ്റെ പേരിലാണ് BKM ജംഗ്ഷൻ എന്നിവിടെ പേര് വന്നത്. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ധാരാളം പൂച്ചെടികളൊക്കെ ടൗണിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സ്റ്റാൻഡിലൊക്കെ. ഈ കാണുന്നതാണ് പ്രസിദ്ധ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വളരെ ഡിസിപ്ലിൻഡായ ഒരു സ്കൂളാണ് കേട്ടോ, സെൻറ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മളിവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. പഴയ കെട്ടിടങ്ങൾക്കൊപ്പം പുതിയ കെട്ടിടങ്ങളും കാണാം. ഈ പഴയതൊക്കെ എപ്പോഴും തലക്ക് വീഴുന്നു പറയാൻ പറ്റില്ല കേട്ടോ, അതങ്ങനെ കിടപ്പുണ്ട് സ്മാരകങ്ങളായിട്ട്. വലതുഭാഗത്ത് കാണുന്ന ബിൽഡിങ് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കാണ് കേട്ടോ. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ കയറുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയും. പഴയത് പുതിയതെന്ന് പറയാൻ ഈ ഒരു പഴയതേ ഉള്ളൂ കാര്യമായിട്ട്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡാണ്. ഈ കാണുന്നതാണ് KK റെസിഡൻസി. ഇവിടെ പണ്ട് ഒരു തിയേറ്ററായിരുന്നു, മൂവി തിയേറ്റർ, ശോഭ തിയേറ്റർ. അതൊക്കെ ഇപ്പോൾ തിയേറ്ററിനൊക്കെ ആളില്ലാത്തു. അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ KK റെസിഡൻസിയാണ്. ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്. ഇത് ഓട്ടോ ചേട്ടന്മാരുടെ സ്റ്റാൻഡ്. എപ്പോഴും തിരക്കുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. എല്ലാ നാട്ടിലേക്കും ബസ് സൗകര്യമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് കിടപ്പുണ്ട്. ഇപ്പോൾ തന്നെ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. പയ്യന്നൂരിനും ചുറ്റുമുള്ളവർക്ക് ഏറ്റവും യാത്രക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഈ പയ്യന്നൂർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. പോലീസ് സേനയുടെ സഹായം ഏത് സമയത്തും ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും നമ്മുടെ പയ്യന്നൂർ ടൗണിൽ ലഭ്യമാണ് കേട്ടോ. ഏത് ബ്രാൻഡ് ആയാലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ, ഇവിടെ ലഭ്യമാണ്. इंडियन कॉफ़ी हाउस पयनूर। तो वीडियो में जाना है कि नहीं, बढ़िया है। പ്ലാസ്റ്റിക് പൂക്കൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ല കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേ കാണുന്ന ചില ബിൽഡിങ്ങുകളൊക്കെ ഇവിടെയുണ്ട്, സ്ഥാപനങ്ങൾ. അതിലൊന്നാണ് KV ദാമോദരൻ ടെക്സ്റ്റൈൽ, അപ്പു സൺസ്. ഇതൊക്കെ ഫേമസ് സ്ഥാപനങ്ങളാണ്. മുന്നിൽ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് അർച്ചന ബാർ ഹോട്ടലാണ്, ബിസിനസ് ക്ലാസ് ഹോട്ടൽ. മുന്നോട്ട് നടക്കാം. ഇതാണ് വളരെ പ്രസിദ്ധി ആർജിച്ച പയ്യന്നൂരിൻ്റെ ഗാന്ധി പാർക്ക്. അകത്തൊന്ന് കയറിയിട്ടൊന്നുമില്ല.
നല്ല കുളിർമയുള്ള പ്രദേശമാണ് കേട്ടോ. ഇത് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയാണ്. പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പയ്യന്നൂർ മെയിൻ റോഡെന്ന് പറയും കേട്ടോ. ബോംബെ ഹോട്ടൽ. ബോംബെ ഹോട്ടൽ ആദ്യം ഒരു ഓടിട്ട കെട്ടിടത്തിലായിരുന്നു പഴയ. അതൊക്കെ ഇപ്പോൾ മാറ്റി വലിയ കെട്ടിടത്തിലോട്ട് മാറ്റി. പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. പയ്യന്നൂരിൻ്റെ ഒരു പ്രത്യേകതയിലൊന്നാണ് പയ്യന്നൂർ പവിത്രമോതിരം. പവിത്രമോതിരം നിർമ്മാതാക്കളായ കുറച്ച് ജ്വല്ലറി ഇവിടെയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനോഹർ ജ്വല്ലറി. ഈ ചിത്രത്തിൽ കാണുന്നതാണ് പയ്യന്നൂർ പവിത്രമോതിരം. ഇതാണ് പയ്യന്നൂർ പവിത്രമോതിരം. ഇത് പയ്യന്നൂർ സെൻട്രൽ ബസാർ. ട്രാഫിക് ഐലൻഡ് എന്ന് പറയുമല്ലോ, അതാണ് സെൻട്രൽ ബസാർ. പഴയ കെട്ടിടങ്ങളാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പൊളിക്കുക അത്ര സാധ്യമല്ല. അതിന് നിയമവശങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇനി അത് പുതിയ കെട്ടിടങ്ങളൊക്കെ വരുമ്പോഴേക്ക് റോഡിൻ്റെ നിശ്ചിത അകലം പാലിക്കണം എന്നൊക്കെയാണല്ലോ. അതിനാൽ ഇപ്പോൾ തൽക്കാലമൊക്കെ ഇങ്ങനെയൊക്കെ ഓടുകയാണ് ഇവിടെ. നമുക്കിനി ഇവിടുന്ന് വടക്കോട്ട് സൈഡിലുള്ള മുന്നിൽ കാണുന്ന റോഡിലൂടെ പോകാം. ടൗണൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ട്രാഫിക് സിഗ്നലുകൾ പാലിച്ചുകൊണ്ട് എല്ലാവരും സിഗ്നലിൽ വെയിറ്റ് ചെയ്യുകയാണ്. നഗരസഭ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് രാവിലെ തന്നെ തൂത്തുവാരി നല്ല വൃത്തിയിലും വെടിപ്പിലുമാണ് ഇപ്പോൾ കിടക്കുന്നത് റോഡൊക്കെ. അതിനോട് ചേർന്ന് തന്നെ ടൗണിൽ തന്നെയാണ് സ്കൂൾ ചെയ്യുന്നത്, ഹയർ സെക്കൻഡറി സ്കൂൾ. വലതുഭാഗത്ത് കാണുന്നതാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി. പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തെ പറ്റി തനിയെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പയ്യന്നൂർ ടൗണിൽ തന്നെയുള്ള ഒരു ക്ഷേത്രമാണ് കരിഞ്ചാമുണ്ടി ക്ഷേത്രം. പയ്യന്നൂരിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ് ഇത്, ഈ ആൽമരം. പയ്യന്നൂരുള്ള കാലം മുതലുണ്ട് ഈ ആൽമരം ഇവിടെ. ഇടയ്ക്ക് വയസ്സായി പാവം മറിഞ്ഞു വീണു, വീണ്ടും കിഴക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ നഗരസഭ ദ്രോഹിക്കാതെ വെച്ചിരിക്കും. ഒരു ചേട്ടൻ ഇവിടെ ചെറുനാരങ്ങി നെല്ലിക്കൊക്കെ വിൽക്കുന്നു. സൂപ്പർ മാർക്കറ്റ്. പയ്യന്നൂരിലെ പഴയ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആരുമില്ല. ഒരു ടാക്സിക്കാരുടെ അദ്ദേഹമായിട്ട് മാത്രമേ ഉള്ളൂ. പയ്യന്നൂരിൻ്റെ ഒരു സ്വന്തം ബ്രാൻഡഡ് ഉൽപ്പന്നമാണ് മല്ലർ വെളിച്ചെണ്ണ. മല്ലർ വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മുടെ നാട് കടന്ന് വിദേശത്ത് വരെ എത്തിയിരിക്കുകയാണ്. ക്വാളിറ്റിയുള്ള സ്ഥാനമാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ അവരുടെ ഷോപ്പാണ് കാണുന്നത്.
പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് കോമനൽ പേരിൽ വിളിക്കുന്ന ബസ് സ്റ്റാൻഡ് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഇത് പയ്യന്നൂർ മുനിസിപ്പൽ ജംഗ്ഷനാണ് കേട്ടോ. ഇടതുഭാഗത്തോട്ട് കാണുന്നതാണ് മുനിസിപ്പാലിറ്റി ഓഫീസ്, പയ്യന്നൂർ നഗരസഭാ കാര്യാലയം. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. അങ്ങനെ നടന്ന് നമ്മൾ ഇപ്പോൾ പയ്യന്നൂർ പെരുമ്പ സൈഡിലെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തുനിന്ന് പറയുന്ന പേരാണ് പെരുമ്പ. സെൻട്രൽ ബസാറിൽ നിന്ന് കിഴക്കോട്ടുള്ള റോഡാണ് കേട്ടോ, ഹൈവേയിലേക്കുള്ള റോഡാണ്. ഇവിടുന്ന് ഒരു 150 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ആണ് 66. പയ്യന്നൂർ ഏകദേശം 20 കിലോമീറ്റർ ചുറ്റളവിൽ കടകളിലേക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങളൊക്കെ വിൽക്കുന്ന വലിയ വലിയ ഹോൾസെയിൽ ഷോപ്പുകളാണ് ഈ ഏരിയയിലുള്ളത്. പെരുമ്പ സൈഡിൽ എല്ലാം മൊത്ത വിതരണക്കാരാണ്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മറ്റ് പല വ്യഞ്ജനങ്ങളൊക്കെ മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന വലിയ വലിയ ഷോപ്പുകളുടെ ഏരിയയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ നടന്ന് പെരുമ്പ മുത്തപ്പൻ ക്ഷേത്രത്തിനടുത്തത് കേട്ടോ, മുത്തപ്പൻ മടപ്പുര. നേരെ കാണുന്ന റോഡ് പെരുമ്പ അല്ലെങ്കിൽ പയ്യന്നൂർ ഫിഷ് മാർക്കറ്റിലേക്കാണ്, മത്സ്യ മാർക്കറ്റിലേക്കുള്ള റോഡാണ്. മുന്നിൽ കാണുന്നത് നാഷണൽ ഹൈവേ 66. വലതോട്ട് തിരിഞ്ഞാൽ കണ്ണൂർ, ഇടതോട്ട് തിരിഞ്ഞു പോയാൽ കാസർഗോഡ്. ഈ ജംഗ്ഷൻ മുനിസിപ്പാലിറ്റി നല്ല വെടിപ്പാക്കി വെച്ചൊരു ഗാർഡനൊക്കെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടികളൊക്കെ നട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ക്ലീനിങ്ങിൻ്റെ ഒരു സിമ്പിൾ പോലെ ഒരു കാക്ക ഇവിടെ ഒരു ചൂലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഉണ്ടോ, വലിയൊരു കാക്കയെ കാണും. ഇതാണ് പെരുമ്പ സർക്കിൾ ഹൈവേ ആയിട്ടുള്ള. റോട്ടറിയുടെ ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. നമുക്ക് പെരുമ്പ പുഴ കൂടെ ഒന്ന് കാണാം. പെരുമ്പ പുഴയുടെ പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നതാണ് കേട്ടോ, നാഷണൽ ഹൈവേ ആണത്. ഈ കണ്ടൽക്കാടിനിടയിലൂടെ കാണുന്നതാണ് പെരുമ്പ പുഴ. അങ്ങനെ പയ്യന്നൂർ ടൗണുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഒരുപാട് സംഭവങ്ങൾ പയ്യന്നൂരിനെ പറ്റിയുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം. അടുത്ത വീഡിയോ വരുന്നവരെ നമസ്കാരം.